ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ്റെ പേര് ഗോപു എന്നായിരുന്നു. അവൻ്റെ അമ്മയ്ക്ക് 3 മക്കളായിരുന്നു. എൻ്റെ അമ്മയ്ക്കും 3 മക്കളായിരുന്നു. അപ്പോൾ എപ്പോഴും വൈകിട്ട് മാത്രമേ എനിക്ക് അവനെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം വൈകിട്ട് നമ്മളൊരു കളി കളിക്കും. അതായത് ഗ്രൗണ്ടിൽ കളിക്കുക. അതായത് ഫുട്ബോളൊക്കെ പതിവേ എല്ലായിടത്തും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ നമ്മളെപ്പോഴും ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ടൈം മാത്രമേ അവനെ കാണാറുള്ളൂ. ആ ടൈം അവന് എപ്പോഴും എന്നോട് പറയും, 7 മണി കഴിഞ്ഞാൽ എനിക്ക് വേഗം പോകണം. അവന് കറക്റ്റ് അവിടെ നിന്ന് 7 മണിയാകുമ്പോഴേക്കും അവൻ്റെ വീട്ടിലോട്ട് എത്തും. നമ്മൾ എപ്പോഴും ചോദിക്കും, എന്താണ് കാര്യം. അവൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് അവൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഡാ, നിനക്കൊരു കാര്യം അറിയോ? അതിനു മുമ്പ് അവൻ്റെ പേര് ഗോപു, എൻ്റെ പേര് ആര്യൻ. അവൻ എന്നോട് പറഞ്ഞു, ഡാ, നിനക്കൊരു കാര്യം അറിയോ? നീ വെച്ചാൽ എന്താ? അതായത് ഞാൻ 7 മണിയാകുമ്പോഴേക്കും എന്തിനാണ് വേഗം വീട്ടിലോട്ട് പോകുന്നത് എന്ന് നിനക്കറിയോ? ഞാൻ പറഞ്ഞു, അറിയില്ല. അതല്ലേ നിന്നോട് എപ്പോഴും ചോദിക്കാറ്, പക്ഷെ നീ അതിനെക്കുറിച്ച് ഇതുവരെ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ പറഞ്ഞു, അതായത് അപ്പുറത്തെ വീട്ടിലെ സുമതി ആൻറ്റി, അതായത് ആ ആൻറ്റി എപ്പോഴും ഒറ്റക്കാണ്. അപ്പോൾ ആ ആൻറ്റിയുടെ കൂടെയാണ്, ആ ആൻറ്റി വീട്ടിൽ ഒറ്റക്കായത് കൊണ്ട് തന്നെ ആ ആൻറ്റിയുടെ കൂടെ കിടക്കാൻ വേണ്ടി എൻ്റെ അമ്മ പറഞ്ഞയക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എത്തുന്നത്. 7 മണിയാകുമ്പോഴേക്കും അവിടെ പോയെങ്കിൽ ഒന്ന് 7:30 ആകുമ്പോഴേക്കും എത്തും. ഓവർ രാത്രി ആയാൽ പിന്നെ പറയണ്ടല്ലോ, ഒറ്റക്ക് പോവാൻ പേടി. അപ്പൊ ഞാൻ ചോദിച്ചു, സുമതി ആന്റിക്ക് എന്താ ആരുമില്ലേ? നീ എന്താ സുമതി ആന്റിയുടെ കൂടെ കിടക്കുന്നത്? സുമതി ആന്റി എന്ന് പറയുന്നത് ജനിച്ചപ്പോ തന്നെ അമ്മയും അച്ഛനും ഒക്കെ തന്നെ നഷ്ടായി. പിന്നീട് കല്യാണം കഴിഞ്ഞു. അതായത് 18-ാം വയസ്സിലെ കല്യാണം കഴിഞ്ഞു. ഭർത്താവും മരിച്ചു. ഭർത്താവിന് കറണ്ടിന്റെ പണിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം കറണ്ടിന്റെ പണിയെടുക്കുന്ന ടൈം വെള്ളത്തിൽ ഷോക്ക് അടിച്ചു. അങ്ങനെ എന്തോ ആയിട്ടാണ് ഭർത്താവ് മരിച്ചത്. അതിനുശേഷം സുമതി ആന്റി ഒറ്റക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ കിടക്കുന്നത്. എൻ്റെ അമ്മയുടെ സ്വഭാവം. അപ്പൊ അവൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയുന്നതല്ലേ. അതായത് അവൻ്റെ അമ്മ എന്ന് പറയുന്നത്, നമ്മൾ തന്നെ അവൻ്റെ വീട്ടിൽ പോയാൽ അവൻ്റെ അമ്മയ്ക്ക് എന്തു തിരിയത്തില്ല. അതായത് ജ്യൂസും തിന്നാനും പലഹാരങ്ങളും ഒക്കെ തന്നെ എടുത്തു വെക്കും. അതായത് മോനെ എന്താ വേണ്ടത്, ചായ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ ഒരു പാവ അമ്മയായിരുന്നു. ഒരു വെപ്രാളം. അതായത് ആൾക്കാരെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് സൽക്കരിക്കേണ്ടത്, എങ്ങനെയൊക്കെ സൽക്കരിക്കാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ സൽക്കരിക്കും. അങ്ങനെയുള്ള ഒരു പാവ അമ്മ. അതായത് ഒരാൾക്ക് സഹായത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അമ്മയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവിടെ നിൽക്കാൻ പോകുന്നത്. അവൻ എപ്പോഴും 7 മണിയാകുമ്പോൾ അവിടെ നിന്ന് പോവും. എന്താ എന്ന് ചോദിച്ചാൽ ഒന്നില്ല എന്നേ പറയും. അതായത് അവൻ ചെയ്യുന്ന കാര്യം എന്നോട് എപ്പോഴും പറയും, ഞാൻ ഇക്കാര്യം നിന്നോട് ഒരു ദിവസം പറയും, പക്ഷേ നീ ഇതാരോടും പറയരുത്. അങ്ങനെ ഒരു ദിവസം അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നൊരിടത്ത് ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന സരിതേച്ചിയുടെ കൂടെ നീ വേണം ഇന്ന് കിടക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഞാനോ? അതെ, നീ സരിതേച്ചിയുടെ കൂടെ കിടക്കുന്നതല്ല. ഞാൻ ആദ്യം എൻ്റെ അമ്മയോട് നിന്റെ അമ്മയെ ഒന്ന് കാണാൻ പറയാം. അതിനുശേഷം നിന്റെ അമ്മ അതായത് നിന്നെ സരിതേച്ചിയുടെ കൂടെ കിടക്കാൻ വിട്ട ആ ഉടനെ തന്നെ. അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു, നിന്റെ അമ്മ വിട്ട ഉടനെ നീ എന്നെ ഒന്ന് കാണാൻ വരണം. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പക്ഷെ ഈ കാര്യം നീയും ഞാനല്ലാണ്ട് വേറെ ഒരാളും ഈ കാര്യം അറിയാൻ പാടില്ല. നീ എന്താടാ? നീ ആദ്യം നിന്റെ വീട്ടിലോട്ട് പോ. ഞാൻ എൻ്റെ അമ്മയോട് നിന്റെ അമ്മയ്ക്ക് ഒന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ പറയട്ടെ. ഞാൻ നിന്നെ അവിടത്തേക്ക് കൊണ്ടുവിടും എന്നൊക്കെ പറഞ്ഞ് അവൻ പറഞ്ഞു, എൻ്റെ കസിന് പോവാ എന്ന് പറഞ്ഞു. പക്ഷെ പറ്റത്തില്ല, നീ തന്നെ പോവണം. എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. ആ ആൻറ്റിയുടെ കൂടെ നീ തന്നെ പോകണം എനിക്ക് വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പോകുന്നതിനൊന്നും പ്രശ്നമില്ല, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എന്തായാലും പോവാം എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് കാര്യമൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് വിളിച്ച് എൻ്റെ അമ്മ സമ്മതിച്ചു. അതായത് പോയിക്കോ, പ്രശ്നമൊന്നുമില്ല, നല്ല കാര്യമല്ലേ. അങ്ങനെ ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതായത് അവൻ എന്താണ് എന്നോട് പറയാനുള്ളത്, എന്തോ കാര്യമായിട്ടുണ്ട്. വെറുതെ എന്തായാലും അവൻ എന്നോട് ഇങ്ങനെയൊന്നും പറയത്തില്ല. ഞാൻ വേഗം തന്നെ എൻ്റെ സൈക്കിൾ എടുത്ത് അവൻ്റെ വീട്ടിലോട്ടേക്ക് ചവിട്ടി പോവുകയാണ്. ഞാൻ പോകുന്നിടത്തൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അതായത് എന്തായിരിക്കും, എനിക്ക് എന്തെല്ലോ പോലെ ഇനി എന്തുവാ അവന് വേറെ എവിടെയെങ്കിലും. അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരം അവൻ അവിടെ സൈക്കിൾ നിർത്തി എന്നോട് പറഞ്ഞു, നീ അവൻ്റെ കൈ എൻ്റെ നേരെ നീട്ടി, നീ ഇതിലൊന്ന് സത്യം ചെയ്. ഞാൻ അങ്ങനെ സത്യം ചെയ്തു. എന്തുവാ? അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു, ആൻറ്റി നീ വിചാരിക്കുന്ന പോലുള്ള ഒരു ആൻറ്റി അല്ല, അതായത് സാധാരണ ഒരു സ്ത്രീയല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്താ പ്രേതോ? അയ്യോ, അങ്ങനെയല്ല. ആൻറ്റിക്ക് രാത്രി എന്തൊക്കെയോ ഫീലിങ്സ് വരും. അപ്പോ ചെറിയ കുട്ടിയാണ് എന്ന് പോലും ആൻറ്റി നോക്കത്തില്ല. അതായത്
ഞാൻ ഞാൻ ആൻറ്റിയുടെ കൂടെ എപ്പോഴും പോകുന്നത് വെറുതെ എൻ്റെ അമ്മ പറഞ്ഞിട്ടല്ല. എനിക്ക് ആ ആൻറ്റി രാത്രി എപ്പോഴും ഒരു സ്വർഗം കാണിക്കും. അതിനു വേണ്ടി അത് ഞാൻ അഡിക്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ആ ആൻറ്റി എന്നോട് കണ്ടപാട് പറഞ്ഞു, ആ ആര്യനല്ലേ? ഞാൻ പറഞ്ഞു, "ആ, അതെ ആര്യനാണ്." വാ ഉള്ളിൽ കയറ് എന്ന് പറയുമ്പോൾ ചേച്ചി അവിടെ സീരിയലായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് വേഗം പാലും പിന്നെ പരിപ്പ് കറിയും ചോറും ഒക്കെ തന്നു. ഞാൻ അതൊക്കെ കഴിച്ചു. ഒരു 9-10 മണിയാകുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ ചേച്ചി എനിക്ക് റൂമും പുതപ്പും ഒക്കെ തന്നു. ഇവിടെ കിടന്നോളൂ, ഞാൻ TV നോക്കി, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കാണെങ്കിൽ ഇതൊന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം തന്നെ കടന്നുറങ്ങി. അങ്ങനെ ഞാൻ നല്ല ഉറക്കിലായിരുന്നു. ടിവിയുടെ ശബ്ദം കാരണം ഞാൻ ഡോറടച്ചിട്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നീട് ഒരു 12 മണിയാകുമ്പോൾ എൻ്റെ ഡോർ മെല്ലെ തുറയാൻ തുടങ്ങി. ഞാനാണെങ്കിൽ എൻ്റെ ഒരു കിളി പോയി എൻ്റെ കയ്യും കാലൊക്കെ വിറച്ചു. എൻ്റെ രോമങ്ങളൊക്കെ പൊന്താൻ തുടങ്ങി. അങ്ങനെ സരിതേച്ചി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് എൻ്റെ തല രണ്ടും ഒന്ന് തടവി. പിന്നീട് അവിടെ നടന്നത് സ്വർഗ്ഗമായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ഗോപു എന്തുകൊണ്ടാണ് ഈ 7 മണിക്ക് അവൻ എന്തൊക്കെയോ കാരണം പറഞ്ഞ് ഓടുന്നതെന്ന്. പൊതുവെ എല്ലായിടത്തും ആണുങ്ങളാണ് പെണ്ണുങ്ങളെ എന്തൊക്കെയോ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നേരെ ഉൾട്ടെ. അതായത് സരിതേച്ചി എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് എന്ത് ചെയ്യണം? എനിക്കൊന്ന് ഒച്ച പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം എന്നോട് ഗോപു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശബ്ദം വെക്കാൻ പാടില്ല, നീ ഒന്നും അറിയാത്തതുപോലെ ആയിരിക്കണം അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. ഞാൻ അതും പാലിച്ച് ചേച്ചി തരുന്ന സ്വർഗമൊക്കെ ഞാൻ ആസ്വദിക്കായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് ഹായ് ഇടുക. ഞാൻ നിങ്ങളെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. 500 രൂപ തന്നാൽ മാത്രം ഞാൻ നിങ്ങളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതിൽ വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ തരുന്നതായിരിക്കും. അതിൽ കയറിയ സരിതേച്ചി ആര്യനെ സ്വർഗം കാണിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്വർഗം കാണിക്കും. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. 500 രൂപ പേ ചെയ്യുക. ഞാനൊരു സ്കാനർ ഇടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ